ഹലോ ഫ്രണ്ട്സ്, വലതുവശത്തെ കള്ളൻ സിനിമ ഇന്ന് റിലീസായിരുന്നു. അപ്പോൾ രാവിലെ പോയി കണ്ടു. ഫസ്റ്റ് തന്നെ പടത്തിന്റെ റിവ്യൂ. ഇതൊരു ഡ്രാമ ത്രില്ലർ ജോൺറയിൽ വരുന്നൊരു പടമാണ്. ഡയറക്ഷൻ ജിത്തു ജോസഫ്. ജിത്തു ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ അതേപടി എടുത്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ക്യാരക്ടേഴ്സിനൊക്കെ ഒരുപാട് ഇന്നർ ലേയേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. അത് അത്യാവശ്യം സെറ്റായിട്ട് തന്നെ ജിത്തു എടുത്തിട്ടുണ്ട്. ഫിലിമിന്റെ സ്റ്റോറി, ഡയലോഗ്സ്, ഡിനു തോമസ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഫിലിമിന്റെ. ക്യാരക്ടേഴ്സിനാണല്ലോ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് ഇൻസിഡൻസ് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇത് ഫിലിം കഥ പറഞ്ഞു പോകുന്നത് നോൺ ലീനിയർ ആയിട്ട്. അപ്പം ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ സംഭവിച്ചു അതെല്ലാം കണക്ട് ആക്കി ഇത്രയും റിസ്ക് ഉള്ള ഒരു സ്ക്രിപ്റ്റില് നോൺ ലീനിയർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ജിത്തു അത് എടുത്തും വെച്ചിട്ടുണ്ട്. പടത്തിന്റെ മ്യൂസിക് വിഷ്ണു ശ്യാം കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ അധികം സോങ്സ് ഒന്നുമില്ല, എന്തോ ഒരു സോങ് എന്തോ ഉള്ളൂ. ഒരു സോങ് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പടത്തിന്റെ കട്ട്സ് VS വിനായക്, അതും നൈസായിരുന്നു. അത്യാവശ്യം സെറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. 1-2 ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്. അത് എഡിറ്റിംഗിൽ ചെയ്തതുകൊണ്ട് അല്ലാണ്ട് തന്നെ ക്യാമറ മൂവ്മെന്റിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ. ബാക്കി ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ ഓക്കെ ആയിരുന്നു. ഒന്നും അങ്ങനെ മോശമായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പടത്തിന്റെ കളറിങ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. ജിത്തുവിന്റെ മെയിൻ ആയിട്ട് ദൃശ്യം 2-ലൊക്കെയാണ് നല്ലപോലെ മെയിൻ പ്രശ്നമായിരുന്നു അതിന്റെ കളറിങ്. നമുക്ക് സീരിയൽ ആ ഒരു ഗ്രേഡിങ് കിട്ടുമായിരുന്നു. പക്ഷെ ഇതിലേക്ക് മെമ്മറീസിന്റെ ആ ഒരു ഗ്രേഡിങ് യൂസ് ചെയ്യുന്നത് ഫുൾ ടൈം ഒരു ഡാർക്ക് മൂഡായിരിക്കും. ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡ് എല്ലാം അത്യാവശ്യം നൈസായിട്ട് വന്നിട്ടുണ്ട്. പടത്തിന്റെ മെയിൻ കാസ്റ്റാണ് ബിജു മേനോൻ, ജോജു ജോർജ്. രണ്ടുപേർക്കും ജസ്റ്റ് കേക്ക് വാക്കായിരുന്നു. കാരണം ബിജു മേനോനൊക്കെ ഇതിന് മുന്നേ ഈ ടൈപ്പ് റോൾസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജു അറിയാലോ, അടിപൊളി ആക്ടറാണ്. അപ്പം പ്രത്യേകിച്ച് ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെന, ഇർഷാദ്, ലിയോണ, അങ്ങനെ ഒരു അധികം കാസ്റ്റ് ഇല്ല, കുറച്ച് കാസ്റ്റ് ഉള്ളൂ. ചെയ്തേക്കണവരെല്ലാരും തന്നെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒന്നിലധികം ലേയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സാണ്. ബിജു മേനോന്റെ ആയാലും ജോജുവിന്റെ ആയാലും എല്ലാം തന്നെ അതെ. അത് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട 2 പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് ഇർഷാദും ലിയോണയും, അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും ഇവർ ചതിക്കോ അല്ലെങ്കിൽ ഇവർ കൂറു മാറുമോ, ആ ഒരു തോട്ട് നമുക്ക് വരും. പക്ഷെ ആ ഒരു ക്ലീശ പൊളിച്ചടിക്കൊണ്ട് അവരുടെ പെർഫോമൻസിലൂടെ നമുക്ക് അങ്ങനെ തോന്നിപ്പിച്ചിട്ട് സ്ക്രിപ്റ്റിൽ അത് വരുത്താണ്ട് അവർ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട വേറെ ക്യാരക്ടർ ബിജു മേനോന്റെ മകനായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. ഗോകുൽ എന്നാണ് ആളുടെ പേര്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെട്ടിക്കകത്ത് കിടക്കണയൊക്കെ സീൻ ഉണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തത്. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, ശരിക്കും ആളെ അതിൽ ട്രാപ്പായി പോയ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പറയാൻ പറ്റില്ല, കാരണം സ്പോയിലർ ആയി പോകും. പിന്നെ ഫിലിമിന്റെ ടോട്ടൽ സ്റ്റോറി നോക്കുവാണെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ ആ ഒരു ജോൺറയിൽ വരുന്ന ഫിലിം ആയതുകൊണ്ട് നമുക്ക് ഓവറായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകും. പടത്തിന് മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം, അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ 1-2 ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നു. പിന്നെ പടത്തിന്റെ നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു ട്രാക്ക് മാറിയിട്ട് വേറെ ട്രാക്കിൽ, ഇതുവരെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ട്രാക്കിലേക്ക് സിനിമ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോവാ. ഫസ്റ്റ് ഹാഫ് ആദ്യം ഒരു 30 മിനിറ്റ്സ് നമുക്കൊരു ലാഗായിട്ട് ഫീൽ ചെയ്യും. ബാക്കി പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഒരു 30 മിനിറ്റ് ചെറിയ ലാഗുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിന് മെയിൻ ആയിട്ടൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരില്ല. ജോജു ജോർജിന്റെ ഒരു ക്യാരക്ടറുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ജോസഫ് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ദൃശ്യം, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ദൃശ്യത്തിൽ ജോർജൂട്ടി ഈ കേസിൽ നിന്നെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. ഒരു ജോസഫിലായാലും ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നമുക്ക് ഇമോഷണൽ ഫീൽ വരും, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. ഇയാൾ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു, ഇയാൾക്ക് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഇതിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വന്നില്ല. അത്രയായിട്ട് ഇമോഷണലി നമുക്ക് കണക്ട് ആയിട്ടില്ല ആ ഒരു ക്യാരക്ടർ. ഓക്കെ, അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ട്രൂലി ഒരു ട്രാജഡിയാണ്, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇയാൾ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അല്ലെ ഇയാൾ ഇതിന് പകരം വീട്ടേണ്ടിയിരുന്നു എന്നുള്ളൊരു അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം 1-2 സോങ് കൂടി ആഡ് ചെയ്യായിരുന്നു അവിടെയൊക്കെ. ആ ഏരിയയിൽ ഏതൊരു സോങ് ആഡ് ചെയ്യായിരുന്നു. ആ സോങ്ങിന്റെ ഒക്കെ പോരായ്മയുണ്ട്. അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ ഒരു നല്ല പടം, ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ. അപ്പൊ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. തിയേറ്ററിൽ കാണാനുള്ള പടമാണിത്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പം നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.